ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതൊക്കെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഫുഡ് കണ്ടപ്പോൾ ഞാൻ അതെല്ലാം മറന്നുപോയി. അപ്പോൾ ഇപ്പോൾ ഞാൻ ഓഫീസിലോട്ട് പോകാനായിട്ട് റെഡി ആവുകയാണ്. വാപ്പാ അമ്മയും നേരത്തെ പോയി. അപ്പോൾ ഞാനിന്ന് ബസ്സിലാണ് പോകുന്നത്. പാത്തുവും കോളേജിലോട്ട് പോയായിരുന്നു. ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്. ഇറങ്ങാറായപ്പോഴേക്കും ഉമ്മി വിളിച്ചിരുന്നു. പുതിയ ഷൂ ഇട്ടുകൊണ്ടാണ് ഉമ്മി പോയത്. ആ ഷൂവിന്റെ എന്തോ കൊണ്ടിട്ട് കാലിന്റെ ബാക്കിൽ നല്ലപോലെ ഒരു മുറിവായി. അങ്ങനെ ബാൻഡേഡ് വാങ്ങാനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ തൊട്ട് താഴെയുള്ളൊരു ഷോപ്പുണ്ട്, അവിടെ പോയി ഒരു ബാൻഡേഡും വാങ്ങിയാണ് പോയത്. ഇവിടെ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് കൊണ്ടാക്കുന്ന ഒരു ഓട്ടോ അങ്കിൾ ഉണ്ട്. ആ അങ്കിൾ ഇന്ന് ഇല്ലായിരുന്നു. അപ്പം ഞാൻ പള്ളിമുക്ക് ബസ് സ്റ്റോപ്പ് വരെ നടന്നാണ് പോയത്. വഴിയിൽ നിന്ന് ഓട്ടോ പിടിക്കാന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇറങ്ങി നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഓട്ടോയേ ഇല്ല. പിന്നെ അങ്ങ് സ്റ്റോപ്പ് വരെ നടക്കേണ്ടി വന്നു. അങ്ങനെ സ്റ്റോപ്പിലെത്തി കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ബസ് കിട്ടിയത്. ഭയങ്കര വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് വെയിൽ വരും. വെയിൽ വരുമ്പോഴാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ലെവലിലുള്ള വെയിലാണ്. നല്ല പോലെ ഇങ്ങനെ പുഴുങ്ങുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. ഭയങ്കര ഹ്യൂമിഡിറ്റി ആയിരുന്നു. അങ്ങനെ ബസ്സിൽ കയറി കുറേ നേരം ഇരുന്ന് വിയർത്ത്. പിന്നെ ബസ്സിൽ കാറ്റുള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. കുറച്ചു നേരം നിൽക്കേണ്ടി വന്നു. പിന്നെ വേഗം തന്നെ സീറ്റ് കിട്ടി. ഇന്ന് വലിയ തിരക്കില്ലായിരുന്നു. അങ്ങനെ പിന്നെ നേരെ കളക്ട്രേറ്റിലോട്ടാണ് പോയത്. നമ്മുടെ കളക്ട്രേറ്റിലെ സ്റ്റോപ്പിൽ ഇറങ്ങിയാലും പിന്നെ കുറേ നടക്കണം. കുറേ എന്ന് വെച്ചാൽ ഒരുപാടല്ല, പക്ഷേ ഓൾറെഡി നല്ല വിയർത്തിട്ടുണ്ടായിരുന്നുകൊണ്ട് നല്ലപോലെ ഇങ്ങനെ കുളിക്കുമായിരുന്നു. അങ്ങനെ പക്ഷേ എന്നാലും കുറച്ച് നടക്കണം. നടന്ന് നേരെ ഓഫീസിൻ്റെ അടുത്ത് എത്തി. ഞാൻ എത്തിയപ്പോഴേക്കും ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഫീസിൽ ചെന്നപ്പോഴേക്കും വാപ്പായും ഉമ്മയും കേസസ് ഒക്കെ പഠിക്കുമായിരുന്നു. പിന്നെ വേഗം തന്നെ ഡ്രസ്സ് ചെയ്തിട്ട് ഞാനും ഉമ്മയും ഒരു കോടതിയിലോട്ട് പോയി. വാപ്പ വേറെ കോടതിയിലോട്ട് പോയി. യൂഷ്വലി ഞങ്ങൾ 3 പേരും 3 വഴിക്കാണ് പോകാറുള്ളത്. ഇന്ന് പിന്നെ ഞാനും ഉമ്മയും കൂടെ ഒരു കോടതിയിലോട്ടാണ് പോയത്. ഇന്ന് അവിടെ അപ്പിയർ ചെയ്യേണ്ട കേസസും ഉണ്ടായിരുന്നു. പിന്നെ വേറെ കുറച്ച് കേസിനെ പറ്റി തിരക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ നിന്നിട്ടാണ് ഇറങ്ങിയത്. ഓഫീസിൽ തിരക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ ഞങ്ങൾ ഓഫീസിലോട്ട് പോയി. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഓട്ടോയിലാണ്, അങ്ങോട്ട് പോകുന്നത് ഓട്ടോയിലാണ്. ഇന്ന് നമുക്ക് കളക്ടറേറ്റ് ബിൽഡിങ്ങിലുള്ള കോടതിയിലല്ലായിരുന്നു പോകേണ്ടത്, അപ്പുറത്താണ് പോകേണ്ടത്. ചെറിയ ദൂരമേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോയിലാണ് പോയി വരുന്നത്. ഓഫീസിലെത്തിയിട്ട് പിന്നെ നേരെ ഞങ്ങൾ കളക്ടറേറ്റിൽ നമ്മുടെ ബാർ അസോസിയേഷനിലോട്ട് പോയി. എന്നിട്ട് പിന്നെ കളക്ടറേറ്റിൽ ഒരു കറക്കം കറങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇമ്മി നേരെ ഓഫീസിലോട്ട് കയറി. ഞാൻ നേരെ ക്രൗൺ ബേക്കറിയിലോട്ട് പോയി. ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ ക്രൗൺ ബേക്കറിയിലോട്ട് കയറി എന്തെങ്കിലും ഡ്രിങ്ക്സ് വാങ്ങി ഓഫീസിലോട്ട് പോകാമെന്ന് വിചാരിച്ച്. ഉമ്മിയുടെ കാല് മുറിഞ്ഞിരിക്കുമല്ലേ, അപ്പോൾ ഉമ്മിക്ക് അങ്ങനെ നടക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നിട്ടും കുറേ നടന്നു. അതുകൊണ്ട് ഉമ്മിയെ നേരെ ഓഫീസിലോട്ട് വിട്ടിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ ക്രൗൺ ബേക്കറിയിലോട്ട് പോയി. അവിടെ നിന്ന് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി തിരിച്ചു വന്നപ്പോഴേക്കും വാപ്പായ സമീർക്കാൻ താഴെ പോയി ചായ കുടിച്ചിട്ട് വന്ന് ഒരു ക്യാരറ്റ് ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒന്നല്ല 2 ജ്യൂസ് എന്തോ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഉമ്മയും കൂടി ഷെയർ ചെയ്ത് കുടിച്ചു. അപ്പോഴേക്കും വയറ് കംപ്ലീറ്റ് ഫുള്ളായി. അപ്പോൾ ഇന്നത്തെ ലഞ്ച് കഴിയുമ്പോൾ തീരുമാനമായി. അപ്പോൾ ഇനി ലഞ്ച് കഴിക്കത്തില്ല. അപ്പം പിന്നെ വാപ്പായും ഉമ്മയും കൂടി ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് ഇച്ചിരി വാരിത്തരമാണ് ചെയ്തത്. എനിക്കങ്ങനെ പിന്നെ ഒത്തിരി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഉച്ച കഴിഞ്ഞപ്പോൾ ഇല്ല, വൈകിട്ടായി. വാപ്പ പിന്നെ ഞങ്ങളെ ചിന്നക്കട ബസ് സ്റ്റോപ്പിൽ കൊണ്ടിറക്കി. അവിടെ നിന്നാണ് ഞങ്ങൾ ബസ് കയറി പോയത്. കാറിൻ്റെ എന്തോ ടയറിന് എയർ ഫില്ല് ചെയ്യാൻ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വാപ്പ ചിന്നക്കടയിലുള്ള വർക്ക്ഷോപ്പിൻ്റെ അവിടോട്ട് പോയി ഞങ്ങളെ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി. ഞങ്ങൾ അവിടുന്ന് നേരെ പള്ളിമുക്കിൽ വന്ന് ഇറങ്ങി. കുറേ തണുപ്പ് പിടിച്ചാകുമ്പോൾ വോയിസിന് നല്ല അടപ്പുണ്ട്. വീട്ടിലെത്തിയപ്പോഴേക്കും ഭയങ്കര ടയർഡായിട്ട് തോന്നി. ഭയങ്കര ചൂടൊക്കെ അല്ലായിരുന്നു. ഭയങ്കര ടയർഡായിട്ട് എന്തോ വീഴാൻ പോകുന്ന പോലെയാണ് വന്നത്. അപ്പോഴേക്കും പാത്തു വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചു നേരം പോയി കിടന്ന് വെട്ടിയിട്ട പോലെ അങ്ങ് ഉറങ്ങി എണീച്ചപ്പോൾ ഉള്ള വീഡിയോ ആണിത്. ഈ വേഗം റെഡിയായിട്ട് വേണം ഒരു ഫിലിമിന് പോകാൻ. ഫിലിമിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജോജുവിൻ്റെ വരവ് എന്ന് പറഞ്ഞിട്ട് ഫിലിമായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഫസ്റ്റ് ഡേ തന്നെ കാണണം എന്ന്. പക്ഷേ കുറച്ച് തിരക്കുണ്ടായിരുന്നു. വാപ്പാക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. വാപ്പ പരപ്പനങ്ങാടി കോടതിയിലായിരുന്നു പോയിരുന്നത്. അപ്പോൾ അവിടെ സ്റ്റേ ആയിരുന്നുകൊണ്ട് വാപ്പാക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ ഇന്നത്തേക്കാണ് ബുക്ക് ചെയ്തത്. ഇന്നമ്മി വന്നതിന് ശേഷം സോയാബീൻസിൻ്റെ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോയ ചങ്ക്സിൻ്റെ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്. മറ്റേ റോസ്റ്റാണ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ റെഡി ആയത്. സാധാരണ 2 ചപ്പാത്തിയാണ് കഴിക്കുന്നത്. ഇത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് 3 എണ്ണം കഴിച്ചു. ഉറക്കം എണീച്ചോടനെ ആദ്യമേ തന്നെ പെട്ടെന്ന് ചാടിപ്പോയി ജനനായകന് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇന്ന് 6 മണിക്കാണ് ടിക്കറ്റ് ഓപ്പൺ ആയത്. അപ്പം ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. എന്നിട്ടാണ് വന്ന് ഫുഡൊക്കെ കഴിച്ച് റെഡി ആയത്. അപ്പോൾ സിനിമയുടെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.